അവധിയാഘോഷം മസ്കറ്റ് നൈറ്റ്സിൽ തിരക്കേറി. ഷിനാസ് പബ്ലിക് പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു. അമീറാത്തിൽ വീട്ടിൽ നിന്ന് സ്വർണം കവർന്ന കേസിൽ 3 പേർ പിടിയിൽ. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. തുടർച്ചയായി അവധി ദിനങ്ങൾ ലഭിച്ചതോടെ മസ്കറ്റ് നൈറ്റ്സിലും തിരക്കേറി. മസ്കത്തിലെ വിവിധ വേദികളിലായി നടക്കുന്ന ആഘോഷരാവുകളിലേക്ക് വ്യാഴാഴ്ച പ്രവാസികളടക്കം നിരവധി പേർ സന്ദർശകരായെത്തി. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ ദിന വാർഷികവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ചയും ഇസ്രാ മിറാജ് ദിനവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ചയും പൊതു അവധി പ്രഖ്യാപിച്ചതോടെ വാരാന്ത്യമടക്കം 4 ദിവസം അവധി ലഭിച്ച സന്തോഷത്തിലാണ് ജനങ്ങൾ. ജനുവരി 31 വരെ നീളുന്ന മസ്കറ്റ് നൈറ്റ്സിൽ 2 ആഴ്ചക്കിടെ 6 ലക്ഷത്തിലധികം സന്ദർശകരാണ് എത്തിയത്. വിനോദം, സംസ്കാരം, കായികം, വ്യാപാരം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പരിപാടികളാണ് സംഘാടകരായ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിരിക്കുന്നത്. അൽ ഖുറം നാച്ചുറൽ പാർക്ക്, അൽ അമീറാത്ത് പബ്ലിക് പാർക്ക്, ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഗ്രൗണ്ട്, സീപ് ബീച്ച്, ഖുറിയാത്ത് തുടങ്ങിയ 8 പ്രധാന വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. സന്ദർശകരുടെ സൗകര്യത്തിനായി പ്രധാന വേദികളിലേക്ക് സൗജന്യ ഷട്ടിൽ ബസ് സർവീസുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വടക്കൻ പാത്തിന ഗവർണറേറ്റിലെ ഷിനാസ് വിലായത്തിലെ പ്രധാന വിനോദ കേന്ദ്രമായി ഷിനാസ് പബ്ലിക് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. വിലായത്തിലെ വിനോദ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ഷിനാസ് മുനിസിപ്പാലിറ്റി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് പദ്ധതി നടപ്പിലാക്കിയത് എന്ന് അധികൃതർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ ഷിനാസ് വാലി ഷിനാസ് ഷൈഖ് അബ്ദുള്ള സാലിം അൽ ഹജ്രി അധ്യക്ഷത വഹിച്ചു. ഷിനാസ് പബ്ലിക് പാർക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കും എന്ന് ഷിനാസ് വിലായത്തിലെ മുനിസിപ്പാലിറ്റി വകുപ്പ് മേധാവി എഞ്ചിനീയർ ഹസൻ ബിൻ അലി അൽ ബർമാനി പറഞ്ഞു. വിവിധ പ്രായക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും വിനോദത്തിനും കായികത്തിനും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫൗണ്ടെയിനുകൾ, 15 കളി ഉപകരണങ്ങളുള്ള കുട്ടികളുടെ കളിസ്ഥലം, സ്പ്രിന്റ് റേസിംഗ് ട്രാക്ക്, വിവിധോദ്ദേശ കായിക മൈതാനം എന്നിവയ്ക്കൊപ്പം വ്യായാമ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് സൗകര്യങ്ങളും പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അൽ ബർമാനി പറഞ്ഞു. 14,175 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പാർക്കിലെ ഹരിത മേഖല വിഭാവനം ചെയ്തിട്ടുള്ളത്. അമീറാത്തിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് സ്വർണ്ണാഭരണം കവർന്ന കേസിൽ 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറബ് വംശജനായ ഒരാൾ അപ്പാർട്ട്മെന്റിൽ കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതായി കണ്ടെത്തിയതായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ക്രിമിനൽ റിസർച്ച് അറിയിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ മോഷണ വസ്തുക്കൾ വിറ്റഴിക്കാൻ സഹായിച്ചു എന്നാരോപിച്ച് 2 സ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്തു. കേസുമായി ബന്ധപ്പെട്ട 3 പേരും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് എന്നും നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും അധികൃതർ സ്ഥിരീകരിച്ചു. സീപ് വിലായത്തിൽ കടയിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ച് പണം അപഹരിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് എൻക്വയറീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. അതോടൊപ്പം വടക്കൻ പാത്തിന ഗവർണറേറ്റിലെ ലിവ വിലായത്തിലെ പ്രവാസിയുടെ വസതിയിൽ നിന്ന് പണം, ബാങ്ക് കാർഡുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ മോഷ്ടിച്ച കേസിൽ ഒരാളെയും കസ്റ്റഡിയിലെടുത്തു. 2 കേസുകളിലും അന്വേഷണവും നിയമ നടപടികളും പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.